ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അൽ മാജിദ് അൽ റൂദിൻ്റെ നോയർ. ഓക്കെ, ഇതാണ് പെർഫ്യൂം. ഇങ്ങനെ അല്ല, ഇതാണ് പെർഫ്യൂമിൻ്റെ ബോക്സ്. ഇങ്ങനെ ബാക്കിൽ എത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫ്യൂം ഇതാണ്. ഓക്കെ, ഇന്നിപ്പോൾ ആൾക്കാരുടെ സ്ഥിരം ഡയലോഗാണ് ജി സി സിയിലെ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു സെയിൽസ് സ്ട്രാറ്റജി. പക്ഷേ ജി സി സിയിലെ ട്രെൻഡിങ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ട്രൂ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അൽ മാജിദ് അൽ ഊദിൻ്റെ നോർ. ഈ പെർഫ്യൂം ഒന്ന് അടിക്കട്ടെ കേട്ടോ. ഇങ്ങനെയാണ് പെർഫ്യൂം കേട്ടോ. കണ്ടമാനം ചാത്തൻ ഇറങ്ങി കാണാണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനൊന്നും എൻകൗണ്ടർ ചെയ്തിട്ടില്ല. നിങ്ങൾ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്നോ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ മതിട്ടാ. വായ കയറി വന്നിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർഫ്യൂം സെഡ്യൂസിങ് ഡാർക്ക്നെസ്. ഓക്കെ, സെഡ്യൂസിങ് ഡാർക്ക്നെസ്സിൽ ഒരു ഭയങ്കര അടിപൊളി സെഡക്ഷൻ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ വെൽ മെയ്ഡായിട്ട് ഒരു 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 ഫ്രഞ്ച് ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ഒരു ഫൈൻ ലൈൻ ബിറ്റ്വീൻ ഡാർക്ക്നെസ് ആൻഡ് ഫ്രൂട്ടി ഫ്രഷ് അക്കോർഡ്. ഇത്ര തന്നെ. നമ്മൾക്ക് ഈ പെർഫ്യൂം ഞാൻ അന്ന് ആദ്യം ട്രൈ ആക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി വന്നത് ദ ക്വാളിറ്റി ഓഫ് ഷോഫാഡിൻ്റെ ബ്ലാക്ക് ഇൻസെൻസ് മലക്കി, ഷോഫാഡിൻ്റെ ഊതു മലക്കി. ഈ പെർഫ്യൂമൊക്കെ അറബിക് സെൻട്രിക് ബേസ്ഡ് പെർഫ്യൂമാണ്, അറബിക് ബേസ്ഡ് പെർഫ്യൂമാണ്. പക്ഷേ അതൊരു ഫ്രഞ്ച് മെയ്ഡ് ക്വാളിറ്റിയിലാണ് ആ പെർഫ്യൂം ഉള്ളത്. അതേ ഒരു ക്വാളിറ്റി ഞാൻ ഈ പെർഫ്യൂമിന് ഫീലായി. പിന്നൊക്കെ മനസ്സിലായി ഇതൊരു പെർഫ്യൂമർ വെച്ച് ഉണ്ടാക്കിയത് തന്നെയാണ്, ഒരു ഒറിജിനൽ ക്രിയേഷൻ തന്നെയാണ് എന്നുള്ളത്. സ്റ്റിൽ നമുക്ക് കുറച്ച് പെർഫ്യൂംസിനോട് റിസംബ്ലൻസ് വരും, പക്ഷെ അതൊരു ആബ്സലൂട്ട് റിസംബ്ലൻസ് അല്ല. ഒരു ഒരു 10% അല്ലെങ്കിൽ ജസ്റ്റ് മൈൻഡ് കൂടെ അങ്ങനെ ഓടിപ്പോവും ഇതാണോ എന്നുള്ളത്. പക്ഷെ അതൊരിക്കലും അതല്ല. ഇപ്പോൾ ടോം ഫോർഡിൻ്റെ ഓംബ്ര ലെതർ, അതേപോലെ നമ്മുടെ ലൂയി വിട്ടൻ്റെ ഓംബ്ര നൊമാഡ്. പല ആൾക്കാരും പറയുന്നുണ്ട് അതിൻ്റെ സ്മോക്കി സൈഡ് ഇതിലുണ്ട്, പക്ഷെ റോസ് ആൻഡ് ഊതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ഇതിൽ ഇല്ല. ഇതിൽ ഊതന്നെ ഇല്ല എന്ന് എനിക്ക് പറയാവുള്ളൂ. ഇതിൽ ഊതിൻ്റെ ഒരു ടച്ച് പോണ്ടെന്ന് പറയുന്നുണ്ട്, ബട്ട് എനിക്കിതിൽ ഞാൻ അറിയണ ഊതൊന്നും ഇതിലില്ല. ഒരു ആബ്സൊല്യൂട്ട് ലെതർ പെർഫ്യൂമാണ്. ലെതറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെതറി, ഇൻറ്റൻസ് ലെതറി, സ്മോക്കി ലെതറി പെർഫ്യൂം. ഒക്കെ സ്റ്റിൽ ആ ഒരു ലെതറിൻ്റെ ഇൻറ്റൻസിറ്റിൻ്റെ ഏറ്റവും പീക്കിൽ നിർത്തി അവിടെ കട്ട് ഓഫ് ചെയ്തിട്ട് അതൊന്നും കൂടി ഇത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേപ്പർ കൂട്ടിയിട്ട് കത്തിച്ച മാതിരി ആയിരുന്നു സത്യം. ഇക്ക് ആ സ്മെല്ല് ഇഷ്ടമാവുമായിരിക്കും കേട്ടോ. ഇക്ക് ഇത് ഒന്നും കൂടി ഇൻറ്റൻസ് ലെതറി ആയിട്ട് ഇതിൻ്റെ മിഡിൽ നോട്ടേക്ക് പോയിട്ട് ആ ഒരു ഐറിസും ആ ഒരു സ്വീറ്റ്നെസ്സും കയറി വരാണ്ടേ ഇത് കുറച്ചും കൂടി തിക്കർ ലെതറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നെ പോലത്തെ ഓഡിയൻസിന് ഒന്നും കൂടി ഇഷ്ടമായിരിക്കും. ബട്ട് സ്റ്റിൽ ഇവർക്ക് വൈഡർ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തണം. ഇവർക്ക് ഇതൊരു മാസ് മാർക്കറ്റ് പ്രൊഡക്റ്റ് ആണ്, നീഷ് ടെറിട്ടറിയിൽ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ബട്ട് സ്റ്റിൽ ആൾക്കാർ വാങ്ങിക്കണ്ടേ. ആ ഒരു പോയിന്റിൽ ഏറ്റവും കുറവ് ഒന്നും കൂടി കൂടിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇതൊരു പേപ്പർ കൂട്ടിയിട്ട് കത്തിച്ച മാതിരി ഒരു ഭയങ്കര സ്മോക്കി ആഷി സ്മെല്ലായിട്ട് മാറും. പക്ഷെ ഒരു ഫൈൻ ലൈനിൽ അവർ നിർത്തി കുറച്ച് ഫ്രൂട്ടി നോട്ടും കുറച്ച് ഡെപ്തിലുള്ള ഒരു ഫ്രഷ് ഫ്രൂട്ടി നോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ആ ഒരു ഫ്രൂട്ടി നോട്ടിന്റെ സാറേ ഈ പെർഫ്യൂമിന് ഒരു അപാര സെഡക്ഷൻ തരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ മാർഷ് മില്യനറിന്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പെർഫ്യൂം എൻ്റെ താഴെയാണ് ഈ പെർഫ്യൂം എന്നുള്ളത്. കാരണം ആ പെർഫ്യൂം ഒരു ആബ്സൊല്യൂട്ട് ലെതറി പെർഫ്യൂമാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പേപ്പർ കത്തണ രൂപത്തേക്ക് പോണ പോലെ അവിടെ അത് ഇങ്ങനെ അടിച്ച് പിന്നെ അതിങ്ങനെ ഇൻറ്റൻസ് ലെതറായിട്ട് മാറുക പെർഫ്യൂം. ഇതങ്ങനെയില്ല. ഇത് ഓപ്പണിങ്ങിൽ ഒരു സ്മോക്കി ലെതറി കണ്ടോ, ഒരു ഒറിജിനൽ ക്രിയേഷൻ ആണ്. പക്ഷെ നമുക്ക് കുറച്ച് ഓപ്പണിങ്ങിൽ റിസംബ്ലൻസ് വരിക ടോം ഫോർഡിന്റെ ഓംബ്ര ലെതറിന്റെ ഒപ്പം നമുക്ക് ലൂയി വിട്ടന്റെ ഓംബ്ര നൊമാഡിന്റെ ഒരു സ്മോക്കിനെസ് ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സബ്റ്റിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രൂട്ടി നോട്ട്സ് വരുന്നുണ്ട്. അത് ഏത് ഫ്രൂട്ടാന്ന് വരുന്നില്ല. ഇക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നുന്നത് പൈനാപ്പിളിന്റെ ഫ്രൂട്ടിനെസ് ആണ്, പക്ഷെ ആരും അത് എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് വേറൊരു ഫ്രൂട്ട് മനസ്സിൽ വരുന്നില്ല. റാസ്ബെറി എന്നാണ് ഇവരെ നോട്ട്സിൽ കൊടുത്തിട്ടുള്ളത് ഫ്രാഗ്രൻ ടിക്കയിൽ. പക്ഷേ റാസ്ബെറി എന്താണെന്ന് അറിയാനാവോ. എന്തായാലും എനിക്ക് ഇവിടെ ഒരു ഫ്രൂട്ടി നോട്ട് കിട്ടുന്നത് ഭയങ്കര സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ നോട്ടാണ് വരുന്നത്.
അതൊരു ഫ്രൂട്ടി നോട്ട് നിങ്ങൾ ധാരണ വെച്ചാൽ മതി. അത് പൈനാപ്പിൾ തന്നെ നിങ്ങൾ ഇതാക്കണ്ട. പൈനാപ്പിളിൻ്റെ ഒരു സ്മെല്ലല്ല, ബട്ട് സ്റ്റിൽ ഒരു ഫ്രൂട്ടി നോട്ട് അതിലുണ്ട്. അതൊരു ഫൈൻ ലൈനിൽ ഈ പെർഫ്യൂം ഇങ്ങനെ തഴുകി തലൂടുക. ഞാൻ ഈ പെർഫ്യൂം നിങ്ങൾക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് ഇങ്ങനെ ബാക്കിൽ കാണിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാൻ അത്യാവശ്യം ഈ പെർഫ്യൂം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 3-4 മാസമായിട്ട് അടിച്ചു പൊളിച്ചടിച്ചിട്ടുണ്ട്. കൊണ്ട് പറ്റാവുന്ന ഒക്കേഷനിലൊക്കെ അടിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഒരുവിധ യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതൊരു നൈറ്റ് ടൈം സെൻ്റ് ആണെന്നുള്ളത്. ആബ്സല്യൂട്ട്ലി ഇതൊരു നൈറ്റ് ടൈം സെൻ്റ് ആണ്. നൈറ്റ് ടൈമിൽ ഈ പെർഫ്യൂം തണമുള്ള സമയത്ത് അടിക്കാൻ പറ്റിയതാ. വെയിലിൻ്റെ ചൂടത്ത് ഈ പെർഫ്യൂം ചൂടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ സ്മോക്കിനെസ് ഒന്നും ഒരു പെർഫ്യൂം സ്മോക്കിനെസ് കൂടുതലുള്ള പെർഫ്യൂം പ്രൊജക്റ്റ് ചെയ്യില്ല. അതന്നെയാണ് ഇതിൽ. വെയിലുള്ള സമയത്ത് ഈ പെർഫ്യൂം സ്കിൻ സെൻ്റ് ആണ്. നിങ്ങൾ ഓഫീസിലേക്ക് അടിക്കുക, ഓഫീസ് സേഫാണ്. പക്ഷെ ആഞ്ഞ് മറ്റേ കുറേ അടി അടിക്കരുത്, ഒരു 2-3 അടിയിൽ നിർത്തുക. ഓഫീസ് സേഫ് പെർഫ്യൂമാണ്. മസ്കുലിനാണ്, പക്ഷേ ലേഡീസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ആരൊന്നും പറയൊന്നുമില്ല. കാരണം ഇത് ഒരു നല്ലൊരു സെഡക്റ്റീവ്നെസ്സും നല്ലൊരു ഫൈൻ ലൈൻ ബിറ്റ്വീൻ ഉണ്ടോ, ഭയങ്കര സ്മോക്കിനെസ് ആവണതിൻ്റെ ആ ഒരു ഫൈൻ ലൈനിൽ കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പെർഫ്യൂം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണം. ഈ പെർഫ്യൂം ഞാൻ ആദ്യമായിട്ട് അടിച്ചപ്പോൾ ഓർമ്മ വന്നിട്ടുള്ള കുറച്ച് പെർഫ്യൂമുകളാണ് ഷോഫാഡിൻ്റെ ബ്ലാക്ക് ഇൻസെൻസ് മലക്കി, ഷോഫാഡിൻ്റെ ഊതു മലക്കി പെർഫ്യൂംസുകൾ. ആ ഒരു ക്വാളിറ്റി, ഫ്രഞ്ച് ക്വാളിറ്റി പെർഫ്യൂമുക്ക് അന്ന് ഫീലായി. പക്ഷേ പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ഇതൊരു ഒറിജിനൽ ഫ്രഞ്ച് മെയ്ഡ് ക്രിയേഷൻ തന്നെയാണ്. ഇതൊരു പെർഫ്യൂമർ തന്നെ പെർഫ്യൂം ഉണ്ടാക്കിയതാണ്. അപ്പം തന്നെ നമുക്ക് പെർഫ്യൂം ഒരു ഫ്രഞ്ച് ക്രിയേഷനിലാണ് പെർഫ്യൂം കിടക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കിയ കാര്യം ശരി തന്നെയെന്ന് മനസ്സിലായി. കാരണം ഈ പെർഫ്യൂം ഒരു അറബിക് പെർഫ്യൂമറുടെ പോലെ ഒന്ന് എക്സ്ട്രീമിൽ നിൽക്കണതല്ല. ഒക്കെ ഒരു ഫൈൻ ലൈൻ ബിറ്റ്വീനിൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഒരു ഭയങ്കര ഒരു ബാലൻസിങ് ലെവലിൽ നിൽക്കുന്ന ഒരു അടിപൊളി പെർഫ്യൂം. നിങ്ങൾ അതിനൊരു ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റ് അറബിക് പെർഫ്യൂമറിലും പണ്ട് ട്രെൻഡായിട്ടുള്ള പെർഫ്യൂമുകളൊക്കെ ജിസ, ഇമ്പീരിയൽ വാലി, അങ്ങനെ കുറേ പെർഫ്യൂമുകൾ ഉണ്ടായല്ലോ. മർജാദിൻ്റെ പോലെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, പക്ഷേ ഒരു എക്സ്ട്രീംലി ലാസ്റ്റിംഗ് ഇതിലില്ല. കാരണം ഇത് കുറച്ച് നാച്ചുറൽസ് ആയിട്ടുള്ള റിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പെർഫ്യൂമിൽ അവർ കുറേ എക്സ്ട്രീം ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മറ്റേ പൊട്ടൻസി കയറ്റി കിടക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പെർഫ്യൂം നല്ലൊരു സെഡക്റ്റീവും ഒരു ഫൈൻ ലൈൻ ബാലൻസും ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ലെതറി പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഞാൻ ഭയങ്കര ഒരു ലെതർ ജാക്കറ്റ് നമ്മളിങ്ങനെ ഇട്ട് ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്മോക്കിനെസ്സും ഒപ്പം ഒരു പൈനാപ്പിളോ ചൂടാക്കി കിട്ടുന്ന ഒരു സ്മോക്കിനെസ്സും ഒക്കെയാണ് ഈ പെർഫ്യൂം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈനാപ്പിളിൻ്റെ സോഫ്റ്റ്, ഈ ക്രീമി, ഈ പൈനാപ്പിൾ അല്ലെങ്കിൽ ഈ ഫ്രൂട്ടി നോട്ടിൻ്റെ ഒപ്പം ഒരു ഐറിസ് എന്ന് വരുന്നത് പറയുന്നുണ്ട്. എന്ത് ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഐറിസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഓപ്പണിങ്ങിൽ കിട്ടിയിട്ടുള്ള ഈ പെർഫ്യൂമിന് ചെറിയൊരു ഡൈവേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഐറിസ് ആണെന്ന് പറയുന്നില്ല. ഈ ഫ്രൂട്ടി നോട്ട് ഒന്നും കൂടി ഒരു സോഫ്റ്റ് ഫ്രൂട്ടി നോട്ട്, അവിടെ സ്മോക്കിനെസ് കുറച്ച് ഒരു ഫ്രൂട്ടി കയറി കിടന്ന്, എന്നാലും ഭയങ്കര കുറഞ്ഞിട്ടുള്ള സ്മോക്കിനെസ് ഉണ്ട്. ഇങ്ങനെ തഴുകി തലോടുന്ന സ്മോക്കിനെസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഈ പെർഫ്യൂം വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫെയർ പ്രൈസിനൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ പെർഫ്യൂം വാങ്ങിച്ചോളി. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരു ആബ്സൊല്യൂട്ട് ബ്യൂട്ടി തന്നെയാണ് ഈ പെർഫ്യൂം. ബട്ട് സ്റ്റിൽ ഞാൻ എന്താ പറയുക, ഒരു ടോട്ടലി ഇംപ്രസ്ഡ് നിൽക്കുക അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു നോക്കാം ഈ പെർഫ്യൂം 10+ hours ലാസ്റ്റിംഗ് ഉണ്ട്. ഒരു 3 മണിക്കൂറോളം, ആദ്യത്തെ 1 മണിക്കൂർ വമ്പൻ പ്രൊജക്ഷനാണ്. എടുത്തേക്ക് വരുന്നവർക്കൊക്കെ ഈ പെർഫ്യൂം കിട്ടും. അതും ഭയങ്കര റിഫൈൻഡ് പ്രൊജക്ഷൻ, ഒരാളെ അലോസരപ്പെടുത്തുന്ന പ്രൊജക്ഷനൊന്നുമല്ല. പിന്നെ ഒരു 4 മണിക്കൂറോളം ഈ പെർഫ്യൂമിന് പ്രൊജക്ഷൻ അങ്ങനെ നിൽക്കും. ആദ്യത്തെ 1.5 മണിക്കൂർ ലൗഡ് പ്രൊജക്ഷനാണ്. 10 മണിക്കൂറോളം ഈ പെർഫ്യൂം ലാസ്റ്റിംഗ് ഉണ്ട്. ദെൻ വെയിലത്ത് ഈ പെർഫ്യൂം സ്കിൻ സെൻ്റായിട്ട് നിൽക്കുന്നുള്ളൂ. AC എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ തണവുള്ള സമയത്താണ് ഈ പെർഫ്യൂം. കുറച്ച് ഈവനിങ് ടൈം സെൻ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര ഏർലി മോർണിംഗ് തണവുള്ള സമയത്ത് ഒക്കെ ഈ പെർഫ്യൂം ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സമയത്തിൻ്റെ ഏറ്റവും പ്രൈം ടൈം അതൊക്കെയാണ് ഈ പെർഫ്യൂമിൻ്റെ. പക്ഷെ ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ചധികം പെർഫ്യൂമുകളായിട്ട് ഇങ്ങനെ ഒരു റിസംബിളൻസ് തോന്നിയതിൻ്റെ പേരിൽ നമുക്കൊരു ആബ്സൊല്യൂട്ട് യുണീക്ക് എന്ന് പറയാൻ പറ്റാത്ത ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് എന്ന് മാത്രം. അല്ലാണ്ട് വേറൊന്നുമില്ല. നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വാങ്ങിച്ചോളിയും.
ഇത് ആദ്യമായിട്ട് ട്രൈ ആക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അഡിക്റ്റായി പോകും. ഓക്കെ, ഞാൻ പിന്നെ ലെതർ പെർഫ്യൂംസ് ട്രൈ ആക്കിയിട്ട് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കൂടി പോയി. അപ്പോൾ അത് നീഷ് ടെറിട്ടറിയിൽ നിൽക്കുന്ന പെർഫ്യൂം തന്നെയാണ്. അത് കുറേ ആൾക്കാർക്ക് അത് മനസ്സിലാവും. നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഈ പെർഫ്യൂമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ വമ്പൻ പെർഫ്യൂം. ഇപ്പോൾ കുറച്ച് തഴക്കം വന്നുകൊണ്ട് ഒന്നും കൂടി ഇരുത്തം വന്നുകൊണ്ട് അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് മാത്രമല്ല, അല്ലാണ്ട് വേറൊന്നുമില്ല. നല്ല പെർഫ്യൂം തന്നെയാണ്. വാങ്ങിക്കാൻ ഉദ്ദേശിച്ചവർ വാങ്ങിച്ചോളി. നിങ്ങൾക്ക് നല്ലൊരു ഡീല് കിട്ടി കഴിഞ്ഞാൽ ഇത് ചില നേരത്ത് 250, ചില നേരത്ത് 150, ചില നേരത്ത് 90 അങ്ങനെയൊക്കെ വിലകൾ ഇതിൻ്റെ കണ്ടിട്ടുണ്ട്. ഷോറൂം തന്നെ പോയിട്ട് വാങ്ങിച്ചോളി. ചാത്തന് കണ്ടമാനം ഇണങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻഷാ അള്ളാ. എന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഒരു ഒരു അടിപൊളി പെർഫ്യൂം. ട്രെൻഡിങ്ങിന് ഈ പെർഫ്യൂം വർത്താണ്. ഇറ്റ് ഡിസേർവ്സ് ദ ട്രെൻഡിങ്, ഇറ്റ് ഡിസേർവ്സ് ദ യൂട്യൂബ് ട്രെൻഡിങ്, ഇറ്റ് ഡിസേർവ്സ്. സോ നിങ്ങൾ ഈ പെർഫ്യൂം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.